ഹലോ മക്കളെ, എല്ലാവരും സുഖമല്ലേടാ? അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുവാന്ന് വിചാരിക്കുന്നു. കുറെ നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് തിരിച്ച് ട്രാക്കിലേക്ക് വരാൻ പോവാണ്. നീറ്റ് ജെഇ ട്രാക്കിലേക്കാണ് ഇനി ഫുൾ ടൈം. സോ നിങ്ങളോടൊപ്പം മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 4.0 കേരളാസ് ബിഗസ്റ്റ് പ്രീ നീറ്റ് എക്സാം സീരീസ്. മക്കളെ, നമ്മൾ തുടങ്ങുകയാണ്. അതായത് നീറ്റ്, അടുത്ത നീറ്റിനായിക്കോട്ടെ, അടുത്ത ജെഇക്കായിക്കോട്ടെ, നമ്മൾ പ്രീ നീറ്റുകളും പ്രീ ജെഇയും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മാസങ്ങളാണ് ഇനി വരാൻ പോകുന്ന. എല്ലാ മാസവും നമ്മളൊരു ഫിക്സഡ് ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അനുസരിച്ച് തന്നെ നമ്മൾ എക്സാംസ് നടത്തി പോകും. അതിന്റെ ആദ്യ എക്സാം ഓഗസ്റ്റില് ഇങ്ങ് എത്താൻ പോവാണ്. ഓഫ്ലൈൻ എക്സാം ആയിരിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെന്റേഴ്സ് ഉണ്ടാകും. ഓൺലൈനിലെ സ്റ്റുഡൻസിന് വന്ന എക്സാം എഴുതാൻ പറ്റും. ഓഫ്ലൈനിലെ സ്റ്റുഡൻസും നിങ്ങളുമായി കോമ്പീറ്റ് ചെയ്യും. ആരായിരിക്കും ടോപ്പേഴ്സ് എന്ന് അറിയാൻ പോകുന്ന 10,000 കറക്റ്റ് പറഞ്ഞാൽ 10,25,000 ആളുകളെ എഴുതാൻ പോകുന്ന ഒരു ബിഗസ്റ്റ് പ്രീ നീറ്റ് എക്സാം ആണ്. അതായത് നീറ്റ് മോഡൽ തന്നെ ഫിക്സഡ് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഓരോ മാസവും കവർ ചെയ്യുന്നതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ആ എക്സാം മൂഡും ആ എക്സാം ഒരു ഫീലിങ്സും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നീറ്റ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ എക്സാമിന് വേണ്ടി നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ആൻഡ് നമ്മൾ ആ എക്സാമിന് വേണ്ടിയുള്ള വൺ ഷോട്ട് സീരീസ് ആരംഭിക്കാൻ പോവാണ്. ആ വൺ ഷോട്ട് സീരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം ഏതൊക്കെ ചാപ്റ്റർ ആണ്, എന്തൊക്കെയാണ് വൺ ഷോട്ട് സീരീസ് വേണ്ടതെന്ന് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിന് വേണ്ടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ കേരളാസ് ബിഗസ്റ്റ് Pre-NEET exam series is back, guys. Great Indian Battle 4.0 നാലാമത്തെ എഡിഷൻ ആണ്. സൈലം തുടങ്ങിയ ആദ്യ വർഷം തൊട്ട് നാലാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നടക്കാൻ പോകുന്നത്. 4.0 നമുക്ക് പോവാം. മക്കളെ, നമ്മൾ എന്തിനു നീറ്റ് വരെ കാത്തിരിക്കണം? നമുക്ക് ഇപ്പൊ തുടങ്ങാൻ പറ്റും. നീറ്റ് മോഡൽ തന്നെ ചെയ്ത് പഠിക്കാനും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാനും ഒക്കെ, മീൻസ് എക്സാം എഴുതാനും ഒക്കെയുള്ള അവസരമാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതായത് എക്സാം ഹാള്, ഇൻവിജിലേറ്റർ, നിങ്ങൾക്ക് അറിയാത്തൊരു ഇൻവിജിലേറ്റർ, എക്സാം ഹാള്, കൂൾ ഓഫ് ടൈമും ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിച്ച് ടൈം മാനേജ്മെന്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എക്സാം സ്ട്രെസ് തലേ ദിവസം എങ്ങനെയായിരിക്കും, രാവിലെ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ പോലെ തന്നെ ആകണം നിങ്ങളുടെ ജെഇയും നീറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് ആൻസർ എഴുതണം, ആദ്യം എന്തെഴുതണം, അവസാനം എന്തെഴുതണം, ആദ്യം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, ഓരോ ചോദ്യവും നിങ്ങൾ അപ്പപ്പ മാർക്ക് ചെയ്ത് പോകണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആ സ്ട്രാറ്റജിയൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ ഓഗസ്റ്റ് മുതൽ അടുത്ത മെയ് ഫസ്റ്റ് വീക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് മാർക്ക് കൂട്ടി ഓരോ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കഴിയുമ്പോഴും നിങ്ങളുടെ മാർക്ക് കൂട്ടി കൊണ്ടുപോയി നിങ്ങളുടെ ടാർഗറ്റിലേക്ക് 700+ എന്ന ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മക്കളെ, അതിനൊരു അവസരമാണ് ഇത് ഒരുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ്? നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ്. ഒരുപാട് നിങ്ങളെ തന്ന് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. ഒരു ഫിക്സഡ്, വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സ്, 10 ചാപ്റ്റർ ആണ്. ഇനി 20 ദിവസത്തോളം ഉണ്ട്. 10 ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. മീൻസ് 2 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യണം. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. ഈ 10 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ആ എക്സാമിന് വരാൻ പോകുന്നത്. അതായത് 98-ൽ 10 കഴിഞ്ഞു. അതായത് ആദ്യ മാസത്തിൽ തന്നെ. ഇനിയുണ്ട് നിങ്ങൾക്ക്. ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂട്ടി. ഈ ചാപ്റ്റർ എന്തായാലും അവിടെ ഉണ്ടാവും. കൂടുതൽ ചാപ്റ്ററുകൾ അവിടെ വരും. പുതിയ വരുന്ന ചാപ്റ്ററുകളിൽ നിന്ന് വെയിറ്റേജ് കൂടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇനി വരുന്ന മാസങ്ങളിൽ എക്സാംസ് നടത്താൻ പോകുന്നത്. അപ്പൊ ഇത്രയും പാഠങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത് ആർക്കൊക്കെ എഴുതാൻ പറ്റുന്നത്? ധീര ബാച്ചിന് എഴുതാം, കിങ്സ് 11 ബാച്ചിന് എഴുതാം, സൂപ്പർ കിങ്സിന് എഴുതാം, ഇനി പുറത്തുള്ള ആർക്കും എഴുതാം. ഈ എക്സാം രജിസ്റ്റർ ചെയ്താൽ ഇനി സൈലമിയൻസ് അല്ലാതെ സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്കും ഈ എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. ഇത്രയും പാഠം നിങ്ങൾക്ക് അടുത്ത 20 ദിവസം കൊണ്ടൊന്ന് പഠിച്ച് നീറ്റ് ജെഇ ലെവലിൽ പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിന് വരാം. എങ്ങനെയാണ് നീറ്റ് എക്സാം, എന്താണ് ജെഇ എക്സാം എന്നൊക്കെ അവസരമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ധീര ബാച്ചോ, സൂപ്പർ കിങ്സോ, കിങ്സ് 11 സൈലമിയൻ ആണെങ്കിലും യൂട്യൂബ് ചാനലിൽ കാണുന്ന നിങ്ങൾ എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ എക്സാമിന്റെ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. മക്കളെ, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 4.0 എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഓഗസ്റ്റ് 20-ാം തീയതി പക്ക നീറ്റ് മോഡലില് നമ്മൾ ഈ എക്സാം എന്ത് ചെയ്യുന്നതാണ്, കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ആ എക്സാമിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. 14 ജില്ലകളിലും എന്തുണ്ടാകും, സെന്റേഴ്സ് ഉണ്ടാകും. സോ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. ഒന്നെങ്കിൽ താഴെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മെയ് മാസത്തില് നീറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീകോളിംഗ് എക്സാം ആണ്. അതായത് റീകോൾ ചെയ്യുകയാണ്.
നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അപ്പുറത്തേക്ക് ഒരു കണ്ട ചോദ്യങ്ങൾ അല്ലെ മനസ്സിലാക്കിയ കാര്യം റീകോൾ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ബിക്കോസ് ഒരു ചോദ്യം ആകെ ചെയ്യാൻ കിട്ടുന്നത് 1 മിനിറ്റ് ആണ്. ആ 1 മിനിറ്റിൽ തന്നെ ചോദ്യം വായിച്ച് അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഒരു 10-35 സെക്കൻഡ് വേണ്ടി വരും. സോ 25 സെക്കൻഡിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതി ന്യൂമറിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിയേക്കാൾ കൂടുതൽ ആ സിമിലർ ചോദ്യം ചെയ്തിട്ടുള്ള റീകോളിംഗ് ആണ് ആക്ച്വലി നീറ്റ് എക്സാമിൽ നടക്കുന്നത്. ആ റീകോളിംഗ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതേ പാറ്റേൺ എക്സാം പല തവണ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് അല്ലെ. പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, അതിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ പ്രാക്ടീസിന്റെ തുടക്കം തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഓഗസ്റ്റ് 20 ആയിക്കോട്ടെ. കേറിവാടാ മക്കളെ, 10 ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ നമ്മൾ ഇനി 1 ഷോട്ട് സീരീസുകൾ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ ഓർഡർ എന്ത് വേണമെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാ. നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ അതും പറയാ. വി ആർ റെഡി ഫോർ ദ ബാറ്റിൽ. നമുക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, തകർത്ത് അടിപൊളിയായിട്ട് അടുത്ത നീറ്റിന് വേണ്ടി ഉഷാറാക്കി അല്ലെ ജെയ്ക്ക് വേണ്ടി തകർത്ത് മുമ്പോട്ട് പോവാം ഗൈസ്. All the best.